സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണ്. എന്തിനാണ് സ്നാനം? യേശുക്രിസ്തുവിനോട് ചേരുവാൻ, അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ, അവനോട് കുഴിച്ചിടപ്പെടുവാൻ, ജീവന പുതുക്കത്തിൽ നടക്കുവാൻ. 4 കാര്യങ്ങൾ 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. 1, സ്നാനം ക്രിസ്തുവിനോട് ചേരുവാനാണ്. 2, അവന്റെ മരണത്തിൽ പങ്കാളിയാകുവാനാണ്. 3, അവനോടുകൂടെ ബലി ചെയ്യപ്പെടുവാൻ, അടക്കപ്പെടുവാനാണ്. 3, ജീവന പുതുക്കത്തിൽ 4 ജീവന പുതുക്കത്തിൽ നടക്കുവാനാണ്. സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് ഗ്രേറ്റ് കമ്മീഷൻ അഥവാ മഹാദൗത്യം തന്റെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുമ്പോൾ പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളോടും സുവിശേഷം അറിയിച്ചും വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും എന്നോടുകൂടെ ഉണ്ട്. സ്നാനം കഴിപ്പിക്കുക എന്നത് കർത്താവിന്റെ കൽപ്പനയാണ്. പഴയ മനുഷ്യനെ അവരുടെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയുന്നതാണ് സ്നാനം. ക്രിസ്തുവിൽ പുതു മനുഷ്യനായി രൂപാന്തരപ്പെടുന്നതാണ് സ്നാനം. അതുകൊണ്ട് സ്നാനപ്പെട്ടവൻ ഇനി തനിക്കായിട്ടല്ല ക്രിസ്തുവിനായിട്ടത്രേ ജീവിക്കുന്നത്. പഴയ മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളെയും അടക്കം ചെയ്യുന്നതാണ്. സ്നാനം എന്ന് പറയുന്നത് ഒരു അടക്ക ശുശ്രൂഷയാണ്. അപ്പോൾ മരിച്ച ഒരാളിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടക്കം ചെയ്യുന്നത്. അപ്പൊ പഴയ മനുഷ്യനെ മരിച്ചു എന്ന് ഉറപ്പ് വന്നാൽ, പാപസംബന്ധമായി മരിച്ചു എന്ന് ഉറപ്പ് വന്നാൽ ആളുടെ എന്ത് ചെയ്യണം? ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടണം. ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിട്ടാൽ ക്രിസ്തു ജീവിച്ചെഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യും വേണം? ജീവിച്ചെഴുന്നേൽക്കുകയും വേണം. എങ്ങനെയുള്ള മനുഷ്യൻ? ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യൻ. ആ മനുഷ്യൻ ക്രിസ്തുവിന്റെ കൽപ്പനയെ അനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും. എന്നാൽ വാസ്തവമായി സ്നാനത്തിന്റെ സത്യത നാം ആരായി തീരുകയാണ്? ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിനോടുകൂടെ നടക്കുക, ജീവനുള്ള ദൈവത്തിന്റെ ദേവാലയത്തിൽ നടക്കുന്ന വിധത്തിൽ നടക്കുക, നമ്മെ സമർപ്പിക്കുന്നതാണ് സ്നാനം. അതുമാത്രമല്ല, സ്നാനം ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയാണ്. സ്നാനം എന്താണ്? ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയാണ്. എന്താണ് നല്ല മനസ്സാക്ഷി? ദൈവവചനത്തെ ഞാൻ അനുസരിക്കുന്നു, ദൈവവചനം എന്നോട് എന്ത് കൽപ്പിച്ചോ അത് ഞാൻ പാലിക്കുന്നു എന്നുള്ള മനസ്സാക്ഷി, കുറ്റമറ്റ മനസ്സാക്ഷി. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ട് എന്ന് നിങ്ങൾ കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവനായിരിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നു എന്ന് പറയുന്നു. ദൈവത്തോടും മനുഷ്യരോടും നമുക്ക് ഉണ്ടായിരിക്കണം. സ്നാനപ്പെട്ട ഓരോ വ്യക്തിക്കും കുറ്റമറ്റ ഒരു മനസ്സാക്ഷി